കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നമ്മളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മളുടെ എല്ലാവരുടെയും മല്ലൂസിൻ്റെ മാത്രം ഫേവറേറ്റായ നമ്മളുടെ നാടൻ സോഫ്റ്റ് ഇടിയപ്പം, നല്ല പൂ പോലുള്ള ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇടിയപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. എങ്കിലും ഇപ്പോഴും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ അറിയാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി, അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ, ആസ് ഐ ഓൾവേസ് സേ, കുക്കിംഗ് ഒക്കെ ലേൺ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി, ബിഗിനേഴ്സിനൊക്കെ അവർക്ക് വേണ്ടി നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരുപാടൊന്നും വേണ്ട. അരിപ്പൊടി വേണം, തേങ്ങ വേണം. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ, ഒത്തിരി തേങ്ങയൊന്നും വേണ്ട ഇടിയപ്പത്തിന്. തേങ്ങ ഇടാതെയും ഉണ്ടാക്കാം ഇടിയപ്പം, അതൊരു സത്യമാണ്. അപ്പോൾ തേങ്ങ നമ്മൾ ഇടുന്നത് ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. അരിപ്പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാക്കറ്റ് പൊടി വാങ്ങിയതാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും കിട്ടുന്ന പാക്കറ്റ് പൊടി വാങ്ങിയ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിതിനിപ്പം ഒരു 1.5-2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കാൻ പോണത്. അപ്പം നിങ്ങൾ ഏത് അരിപ്പൊടി യൂസ് ചെയ്യുന്നു അതനുസരിച്ചേ വെള്ളം ചേർക്കാവൂ. ഇത് ഞാൻ നേരത്തെയും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കാരണം പലരും പല വീഡിയോയിലും കാണിക്കാറുണ്ട് വെള്ളത്തിൻ്റെ അളവ്. പക്ഷേ പാക്കറ്റ് അരിപ്പൊടി വാങ്ങുകയാണെങ്കിൽ മാത്രമേ ആ കാണിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ചിലവാകുള്ളൂ. അത്രയും. അതല്ല, നമ്മൾ അരി പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത്രയും വെള്ളം വേണ്ട. നിങ്ങൾ അരി പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്ന വീട്ടിലെന്നുണ്ടെങ്കിൽ ഏത് വൈറ്റ് റൈസ് ആണെങ്കിലും പച്ചരി ആണെങ്കിലും ഇഡ്ഡലി അരി ആണെങ്കിലും ഒരു 4 മണിക്കൂർ കുതിർക്കുക. 3 to 4 hours സോക്ക് ചെയ്ത് അത് കുതിർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളത് പൊടിച്ചെടുക്കുക. നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക. അങ്ങനെ പൊടിച്ചെടുക്കുന്ന, നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കാണിക്കുന്ന അത്ര വെള്ളം ആവശ്യമില്ല. അതിനൊരു ശകലം വെള്ളം മതി അത് കുഴച്ചെടുക്കാൻ. നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ്, കുറച്ച് വെള്ളം ബോയിൽ ചെയ്യുക. ഞാൻ ഈ കപ്പിന് 4 കപ്പ് വെള്ളമാണ് ബോയിൽ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ ഏത് കപ്പിൽ അരിപ്പൊടി എടുത്തോ അതേ കപ്പിന് 4 കപ്പ് വെള്ളമാണിപ്പോൾ ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം വേണ്ട. വെള്ളം തിളച്ച് വരുമ്പോൾ ആ കംപ്ലീറ്റ് വെള്ളത്തിലോട്ട് അരിപ്പൊടി ആഡ് ചെയ്യാതെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം എപ്പോഴും ആഡ് ചെയ്യാൻ അരിപ്പൊടി. ഓക്കെ, ഞാൻ ഈ 4 കപ്പ് വെള്ളത്തിൽ നിന്ന്, ഈ 4 കപ്പ് വെള്ളത്തിൽ നിന്ന് 1 കപ്പ് വെള്ളം ഞാൻ തിരിച്ചെടുത്തു. അപ്പോൾ കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോകരുത്, ഒന്ന് ഒരു ഐഡിയ വെച്ചിടുക. ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇടിയപ്പം കൊള്ളില്ല. ഗ്യാസ് ഓഫ് ചെയ്യുക ആദ്യം. ഇനി ഈ 1 കപ്പ് അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. 1 കപ്പ് അരിപ്പൊടി കൂടി ഒന്ന് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടിയാണ് ആഡ് ചെയ്തത്. അപ്പം വെള്ളം ഇപ്പം കറക്റ്റ് ആവും, കൂടുതലാവത്തില്ല വെള്ളം. അതിനാണ് 1 കപ്പ് വെള്ളം എടുത്ത് മാറ്റിയത്. ഇത് ഇനി ഇവിടെ ഇരുന്ന് ഇതിലൊന്ന് മിക്സ് ആവണം, തണുക്കണം. ഇപ്പം നമ്മളിത് മിക്സ് ആക്കാൻ നിന്നാൽ ഇത് ശരിക്കും മിക്സ് ആവില്ല. അപ്പോൾ ഇത് ഒന്ന് കുറച്ച് നേരം നമുക്കിനി അടച്ചു വെക്കണം. പിന്നീട് എടുത്ത് വേണം കുഴയ്ക്കാൻ. ഇപ്പം ഞാൻ ചേർത്തത് 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് നിറച്ച് വെള്ളമാണ് ചേർത്തത്. ഇത് നമുക്കിനി അടച്ചു വെക്കാം. നല്ല ചൂടാണ്, കൈ കൊള്ളരുത്. കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. ഇതൊന്ന് തണുക്കാൻ അനുവദിക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് കുഴച്ചെടുക്കാവൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് ഇപ്പോൾ ഒന്ന് കൈ കൊണ്ട് നല്ലതുപോലെ ഇനി കുഴച്ചെടുക്കണം. നമ്മളുടെ കൈ കൊണ്ട് തന്നെ, സ്പൂൺ കൊണ്ട് കുഴച്ചാലൊന്നും ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറിയ ചൂടുണ്ട്, ഇപ്പോഴും കൈ കൊള്ളരുത്. നല്ലതുപോലെ തണുക്കാനങ്ങ് നിൽക്കണ്ട. ഒരുവിധം തണുത്ത് നമുക്ക് കുഴയ്ക്കാൻ പാകമാകുന്ന സമയത്ത്, നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റും എന്ന് തോന്നുന്ന സമയത്ത് വേണം കുഴച്ചെടുക്കാൻ. കയ്യിൽ ഒട്ടുന്നു എന്നുണ്ടെങ്കിൽ കൈ ഒരു പ്രാവശ്യം ഒന്ന് വെള്ളത്തിൽ മുക്കിയാൽ മതി. അപ്പം അല്ലെങ്കിൽ ഒരിച്ചിരി എണ്ണ വേണമെങ്കിലും തൂക്കാം. വാങ്ങുന്ന അരിപ്പൊടി അത് ചൂടുവെള്ളത്തിൽ ഒട്ട് നമ്മൾ ഇടുന്ന സമയത്ത് അത് ഒരുപാട് പൊങ്ങി കയറും. നമ്മൾ അതേസമയം വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പൊങ്ങി കയറില്ല. ഈ വ്യത്യാസം കൂടെ എപ്പോഴും ഓർക്കുക കേട്ടോ. ഈ ഒരു പരുവായിരിക്കണം, ടൈറ്റ് ആയിരിക്കണം, എന്നാൽ സോഫ്റ്റും ആയിരിക്കണം. നമുക്ക് ഇത് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്കി എടുക്കാൻ പറ്റത്തില്ല ഇടിയപ്പത്തിൻ്റെ അച്ചിൽ കൂടെ. അപ്പം അതങ്ങ് വെള്ളം പീച്ചി പോകും. അതുപോലെ ഫ്രണ്ട്സ്, ഒരിക്കലും അറിയാൻ വയ്യാത്തവരോടാണ് കേട്ടോ, ഒരിക്കലും തണുത്ത വെള്ളം ഒഴിച്ച് ഇടിയപ്പത്തിൻ്റെ പൊടി നമ്മൾ നനയ്ക്കരുത്. ചൂടുവെള്ളത്തിലേ നനയ്ക്കാവൂ. ഇത് തുറന്ന് വെക്കാമെന്ന് അടച്ചു തന്നെ വെക്കുക. ഇഡ്ഡലി തട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഡ്ഡലി തട്ടിൽ വെള്ളത്തിൻ്റെ നനവുണ്ടായിരിക്കരുത്.
ഇതിലോട്ട് നമുക്ക് ഒരു അല്പം തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, ഒരു നുള്ളു തേങ്ങ വീതം, ഒരു 1/2 ടീസ്പൂൺ തേങ്ങ വീതം ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരുപാട് തേങ്ങ വേണ്ട കേട്ടോ. ഇതൊന്ന് നന്നിട്ടൊന്ന് നിരത്തി കൊടുക്കുക. ഇടിയപ്പത്തിന് ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു നുള്ളു തേങ്ങ മതി. നമ്മളുടെ ഇടിയപ്പത്തിൻ്റെ അച്ച് ഞാൻ സ്റ്റീലിൻ്റെ അച്ചാണ് യൂസ് ചെയ്തിരിക്കണേ കേട്ടോ. ഇടിയപ്പത്തിൻ്റെ ഈ ചില്ല്, അച്ചിൻ്റെ ചില്ല് ഇട്ട് കൊടുക്കുക. അപ്പോൾ താഴെ അതൊന്ന് ലെവൽ ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് ഒട്ടും വെള്ളം ഉണ്ടായിരിക്കരുത്. അപ്പം കോട്ടൻ്റെ തുണി കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ തുടച്ച് വെള്ളത്തിൻ്റെ അംശം കളഞ്ഞിട്ടേ യൂസ് ചെയ്യാവും. നമ്മളുടെ ഈ അരിമാവ് ഈ ഒരു ഷേപ്പിൽ എടുത്ത് ഇതിനകത്തോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ വെക്കാം, സ്ഥലമുണ്ട്. കുറച്ചുകൂടെ കൂടി വെച്ച് കൊടുക്കാം മാവ്. ഇത്രയും ഒരുപാട് നിറയ്ക്കണമല്ലോ, ഇത്രയും നിറച്ചാൽ മതി. ഇനി ഇത് വെച്ച് നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ഇതിൽ പിടിക്കുക, ഒന്ന് അടയ്ക്കുക. ചില സമയത്ത് നമ്മൾ ഇത് അടയ്ക്കുന്നത് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മുടെ ഈ പിരി ഉണ്ടല്ലോ, ഈ പിരി വീഴുന്നത് ശരിക്കായിരിക്കണം. ഫുൾ ടൈറ്റായിട്ട് ശരിക്ക് പിരി വീണില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കറക്കുന്ന സമയത്ത് ഇത് തുറന്നു പോകും. അപ്പം ബി കെയർഫുൾ. ഇത് ശരിക്കും അതിൻ്റെ ആ പിരിയിൽ തന്നെ ആയിരിക്കണം, ആ ഓരോ പിരിയിൽ തന്നെ ആയിരിക്കണം വീണിരിക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ കറക്കുമ്പോൾ തുറന്നു. ഇനി നമുക്കിതിലോട്ട് ഇത് അതൊക്കെ ഒന്ന് കറക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ടിൽ തന്നെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഒന്ന് അടുത്തതിലോട്ട് വെക്കുകയാണ്. കട്ട് ചെയ്ത് കൊടുക്കാതെ അതിലോട്ട് ഒന്ന് എടുത്ത് ഇങ്ങനെ ഒന്ന് കട്ട് കൊടുക്കുക. ഒന്ന് റൗണ്ടിൽ ഇതാക്കിയാൽ മതി. ഇപ്പോഴേ തന്നെ കാണാൻ ഭയങ്കര പൂ പോലത്തെ സോഫ്റ്റാണ്. അപ്പോൾ ഇത് നമുക്കിനി സ്റ്റീം ചെയ്തെടുക്കണം. ബാക്കി തട്ടിലും കൂടെ ഇതുപോലെ ആക്കിയെടുക്കാം. ഇതിൻ്റെ പുറത്ത് ഒരല്പം തേങ്ങ ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുക. ഇത് നിർബന്ധമില്ല, ഓപ്ഷണലാണ് കേട്ടോ. ഒരു നുള്ളു തേങ്ങ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തേക്കുക. ഒരുപാട് ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി തട്ടിലെല്ലാം ഇങ്ങനെ ആക്കി എടുക്കാം. അപ്പോൾ നമുക്കിനി ഇടിയപ്പം സ്റ്റീം ചെയ്തെടുക്കണം, നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ബോയിലായി തിളച്ച് കിടക്കുകയാണ്. ഇതിൻ്റെ സ്റ്റീം വന്നു. സ്റ്റീം വന്നതിന് ശേഷമേ ഇത് വെക്കാം കേട്ടോ. നമ്മളുടെ ഈ തട്ട എടുത്ത് വെക്കുക ഇടിയപ്പത്തിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഈ ഹോളുണ്ടല്ലോ സൈഡിലെ, അതിൻ്റെ മുകളിൽ വരണം അടുത്ത ഇടിയപ്പം. ഒരു ഹോളിൻ്റെ മുകളിൽ വരത്തപ്പാണ്. അപ്പോൾ അപ്പോഴേ ആ ഇടിയപ്പത്തിൻ്റെ സ്റ്റീം നമുക്ക് മേളിലോട്ട് കിട്ടും. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരുപാട് സമയം വേണ്ട. ഇത് ഓൾറെഡി നമ്മൾ അരിപ്പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ചതാണ്. അപ്പം നമുക്കൊരു 3 മിനിറ്റ് മതി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ, വെന്ത് കിട്ടാൻ. നമ്മളുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഈ തട്ട് ഒരു 2 മിനിറ്റ് തണുത്തിട്ട് നമുക്ക് ഇടിയപ്പം എടുക്കാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ഡെലീഷ്യസ് സോഫ്റ്റ് ഇടിയപ്പം ഈസ് റെഡി. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന ഒരു കാര്യമാണെന്നറിയാം. എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒരു വലിയ ഉപകാരമായിരിക്കും. വളരെ സോഫ്റ്റാണ്. വാവ്, ഇത് കണ്ടല്ലോ, ഒത്തിരി സോഫ്റ്റും നൈസുമാണ്. നമ്മളെല്ലാവരും വാങ്ങുന്ന അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഇടിയപ്പം ഒരുപാട് സോഫ്റ്റായിരിക്കും. അത് ആക്ച്വലി ഞാനിപ്പോൾ ഇടാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, ഞാൻ ഇടിയപ്പം ഇതുവരെ പോസ്റ്റ് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇതിപ്പം ചെറിയ റെസിപ്പീസൊക്കെയാണ് എല്ലാവർക്കും അറിയാവുന്നത്, അതുകൊണ്ടാണ്. പക്ഷേ എന്നാലും ഇതുവരെ പോസ്റ്റ് ചെയ്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇട്ടത് കേട്ടോ. തേങ്ങ കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ തേങ്ങ
ഇടണമെന്നില്ല, തേങ്ങയില്ലാതെയും ഉണ്ടാക്കാം. ഒരു ജസ്റ്റ് ഇടിയപ്പത്തിന് തേങ്ങ ഒരുപാട് വേണ്ട, ഒന്ന് ജസ്റ്റ് മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി താഴെയും. എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ഡിലീഷ്യസ് ഇടിയപ്പം, പൂ പോലെയുള്ള ഇടിയപ്പം ഇഷ്ടമായി എന്ന് കരുതാം. ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ മുട്ട റോസ്റ്റ്, എഗ്ഗ് കറി, കടല, പിന്നെ സ്റ്റൂവ്, അതുപോലെ നമുക്ക് എന്താ വേണമെങ്കിലും ഗ്രീൻ പീസ് കറി, അതൊക്കെ എല്ലാം കഴിക്കാറുള്ളതാണ് നാട്ടിൽ. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ എഗ്ഗ് റോസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. Friends, if you haven't subscribed yet, please don't forget to subscribe my channel. Please don't forget to press the bell icon to get the notifications. മുട്ട റോസ്റ്റിൻ്റെ കൂടെയാണ് ഇന്ന് ഇടിയപ്പം കഴിക്കാൻ പോകുന്നത്. മുട്ട റോസ്റ്റ് ആണെങ്കിലും എഗ് കറി ആണെങ്കിലും നമ്മളുടെ പൊട്ടറ്റോ സ്റ്റൂ ആണെങ്കിലും കടലക്കറി ആണെങ്കിലും എല്ലാം നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ലതാണ്. അപ്പം മറക്കാതെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി.